മാഞ്ചസ്റ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ടൊയോട്ട ഹൈലക്സ് പിക്കപ്പ് ട്രക്ക് സാൽഫോർഡിൽ കണ്ടതായി സ്ഥിരീകരണം. എന്നാൽ വാഹനം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വീടിന്റെ ഡ്രൈവേക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. വാഹനത്തിൽ എയർ ടാഗ് ഉണ്ടായിരുന്നതിനാൽ അതിന്റെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ സാൽഫോർഡിലാണ് വാഹനമുള്ളതായി കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടമകൾ പോലീസിന്റെ സഹായത്തോടെ സാൽഫോർഡിൽ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് സാൽഫോർഡിൽ ഒരാൾ വാഹനം കണ്ടതായി സ്ഥിരീകരിച്ചതായും ഉടമകൾ അറിയിച്ചു. വാഹനത്തിന്റെ പിന്നിൽ നാട്ടിൽ എവിടെയാ എന്ന സ്റ്റിക്കർ പതിച്ചിരുന്നതാണ് വഴിയിൽ വെച്ച് വാഹനം തിരിച്ചറിയാൻ സഹായിച്ചത്. എന്നാൽ വാഹനം പിന്നീട് എവിടേക്ക് പോയെന്ന് വ്യക്തമല്ല. ഈ ടൊയോട്ട ഹൈലക്സ് വാഹനം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഉടമകളെയോ പോലീസിനെയോ വിവരം അറിയിക്കണമെന്ന് ഉടമകൾ അഭ്യർത്ഥിച്ചു. വാഹനം കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹായം തേടുന്നതായും ഉടമകൾ അറിയിച്ചു. നോർത്താംപ്ടൺ ജനറൽ ആശുപത്രിയിലെ ബ്രാംപ്ടൺ വാർഡിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി ചെയ്യുന്ന പ്രിയയ്ക്ക് പ്രത്യേക അംഗീകാരം. രോഗിയോടും കുടുംബത്തോടും കാണിച്ച കരുണയും ഉത്തരവാദിത്വവും പരിഗണിച്ചാണ് പ്രിയയ്ക്ക് അംഗീകാരം ലഭിച്ചത്. വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു വയോധികന്റെ പരിചരണത്തിനിടെയാണ് പ്രിയയുടെ ഇടപെടൽ ശ്രദ്ധേയമായത്. രോഗിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ നേരിട്ടിരുന്ന ആശങ്കകളും പ്രിയ മനസ്സിലാക്കി. ഭാര്യയെ ആശ്വസിപ്പിക്കുന്നതിനൊപ്പം സുരക്ഷിതമായി വീട്ടിലെത്താൻ ആവശ്യമായ സഹായങ്ങളും പ്രിയ ഒരുക്കി. മൾട്ടി ഡിസിപ്ലിനറി ടീമുമായി ചേർന്ന് രോഗിയുടെ ചികിത്സയും ഡിസ്ചാർജ് നടപടികളും വേഗത്തിലാക്കാൻ അവർ സഹായിച്ചു. ഇതിന്റെ ഫലമായി വയോധികന് ഭാര്യയ്ക്കൊപ്പം വീട്ടിൽ വെച്ച് 66ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ സാധിച്ചു. പിന്നീട് കുടുംബം പ്രിയയുടെ കരുണയ്ക്കും പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. രോഗിയുടെ ശാരീരിക ആരോഗ്യത്തിനൊപ്പം കുടുംബത്തിന്റെ മാനസികാവസ്ഥയ്ക്കും പരിഗണന നൽകുന്ന മികച്ച പരിചരണത്തിന്റെ ഉദാഹരണമായാണ് ആശുപത്രി ഈ സംഭവത്തെ വിലയിരുത്തിയത്. അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രിയ പറഞ്ഞു. താൻ ദിവസവും ചെയ്യുന്ന സാധാരണ ജോലികൾ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും ഈ അംഗീകാരം തനിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടെന്നും പ്രിയ പ്രതികരിച്ചു. TV ലൈസൻസ് ഇല്ലാതെ ലൈവ് ടെലിവിഷൻ കണ്ട കേസുകളിൽ മിഡ്ലാൻഡ്സിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 48 പേർ കുറ്റക്കാരായി കണ്ടെത്തി. ഇവരെയെല്ലാം വെല്ലിംഗ്ബറോ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രോസിക്യൂട്ട് ചെയ്തത്. നോർത്താംപ്ടൺഷെയർ, ലിങ്കൺഷെയർ, സ്റ്റാഫോർഡ്ഷെയർ, ലെസ്റ്റർഷെയർ, ഡെർബിഷെയർ, ബെർമിംഗ്ഹാം, വെസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കേസിൽ ഉൾപ്പെട്ടത്. കുറ്റക്കാരായവർക്ക് കോടതി പിഴ, കോടതി ചിലവ്, സർചാർജ് എന്നിവ വിധിച്ചു. ഓരോ കേസിലും തുക വ്യത്യസ്തമായിരുന്നു. UK നിലവിൽ ഒരു TV ലൈസൻസിന് £180 വാർഷിക നിരക്ക്. ലൈവ് ടെലിവിഷൻ പരിപാടികൾ കാണുകയോ റെക്കോർഡ് ചെയ്യുകയോ BBC iPlayer ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് സാധാരണയായി TV ലൈസൻസ് ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെ TV കാണുന്നത് കമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2003 പ്രകാരം നിയമലംഘനമാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് പരമാവധി £1000 വരെ പിഴ ചുമത്താം. ചില കേസുകളിൽ £440 പിഴ വരെ ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കോടതി ചിലവും സർചാർജും അടയ്ക്കേണ്ടി വരും. മിഡ്ലാൻഡ്സിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രധാന കോടതികളിലൊന്നാണ് വെല്ലിംഗ്ബറോ മജിസ്ട്രേറ്റ് കോടതി.